ഹലോ എവരി വൺ, വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് കഴിഞ്ഞ എക്സാം വാട്ടർ അതോറിറ്റീൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. പിന്നെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള LDC റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സും കൂടെ പറയാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഡീഅയണൈസ്ഡ് വാട്ടർ. ഡീഅയണൈസ്ഡ് വാട്ടറുമായിട്ട് ബന്ധമില്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഹൈ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കേട്ടോ. ഈ ഡീഅയണൈസ്ഡ് വാട്ടർ എന്ന് പറയുമ്പോൾ വാട്ടറിലുള്ള അയോൺസിനെയൊക്കെ എടുത്ത് കളയുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ ഈ അയോൺസ് അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഡീഅയണൈസ്ഡ് വാട്ടറിൽ അങ്ങനെ അയോൺസോ ഫ്രീ ഇലക്ട്രോൺസോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു ഇതിൽ നോക്കുമ്പോൾ ആംഗിൾ നോക്കുമ്പോൾ ആൻസർ എന്താ വരിക? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണ് ഇതിൽ വരാത്തതായിട്ട് വരുന്നത്. The cleaning of cultural plates after use include the following steps in order. ഇതിൽ ഓർഡറിൽ കൾച്ചറൽ പ്ലേറ്റ്സിൻ്റെ ക്ലീനിങ്ങിനെ ഓർഡറിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഗൂഗിൾ തപ്പേൻ്റെ ഒക്കെ ഒരു ഇതിൽ എനിക്ക് കിട്ടിയ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആദ്യം വരുന്നത് ഓട്ടോക്ലേവ് ആണ്. അതിനുശേഷം പോർ ഔട്ട് ദ കണ്ടൻസ്, മീഡിയയിലുള്ള കണ്ടൻസ് പോർ ഔട്ട് ചെയ്യണം. പിന്നെ ബ്രഷ് വിത്ത്, അതായത് നമ്മൾ ഈ ഓട്ടോക്ലേവ് ചെയ്യുന്നത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്റ്റെറിലൈസ് ചെയ്ത് അതിൻ്റെ ഒരു അണുക്കൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇഫക്ട്സ് അതിനെന്തെങ്കിലും എന്താ പറയുക അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെന്ന് പറയുമ്പോൾ കഫം പോലെയുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ് ചെയ്യുന്നത്. അതിനുശേഷം മാത്രമേ അത് നമ്മൾ എടുത്ത് കളയാൻ പാടുള്ളൂ, പുറത്തേക്ക് കളയാൻ പാടുള്ളൂ. എന്നാലല്ല ആ അസുഖം പകരാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഫസ്റ്റ് ഏതാണ് വരുന്നത്? ഓട്ടോക്ലേവ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് വരുന്നത്. The main responsibilities of laboratory professional include all except dash. ഇതിൽ ലബോറട്ടറി പ്രൊഫഷണലിൻ്റെ മെയിൻ റെസ്പോൺസിബിലിറ്റിയിൽ ഉൾപ്പെടാത്ത ഏതെന്ന് ചോദിക്കുമ്പോൾ അത് ഓപ്ഷൻ എ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് പ്രൊഫഷണൽ ഒന്നും വന്നിട്ടില്ല, പക്ഷേ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിൻ്റെയൊക്കെ ഒരു ഇതിൽ നമ്മൾ ആൻസർ കൊടുക്കുന്നതാണ്. ഇതിൽ എന്താ പറയുക, ഒരു 90% കറക്റ്റ് ആയിരിക്കും. ഒരു ബാക്കി 10% മാത്രമേ ഉള്ളൂ ഒട്ടും ഉറപ്പില്ലാത്തത് ഞാൻ ആൻസർ പറയുന്നുമില്ല. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഇതായിരിക്കും. അവർക്ക് മെഡിക്കൽ അഡ്വൈസോ നെസസറി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റോ ഒന്നും കൊടുക്കാനുള്ള ഒരു എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇനി ഫസ്റ്റ് എയ്ഡ് ഫോർ മൈനർ ബേൺസ് ഡോണ്ട് ഇൻക്ലൂഡ്. അത് മൈനർ ബേൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. ഐസോ ബട്ടറോ ഒന്നും വയ്ക്കാൻ പാടില്ല കേട്ടോ. അതാണ്, നമുക്ക് വേദന ഉണ്ടെങ്കിൽ വേദന റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെയിൻ റിലീവറൊക്കെ എടുക്കാം, പക്ഷേ ഐസോ ബട്ടറോ എടുക്കാൻ പാടില്ല. ഇത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മൈനർ ബേൺസ് ഉണ്ടായിക്കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ റണ്ണിങ് വാട്ടറിലോ അതുകൊണ്ട് വെച്ചേക്കണം. അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഐസ് എടുത്ത് വെക്കുക, ബട്ടർ എടുത്ത് വെക്കുക, അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അടുത്തത് ദ ഒപ്റ്റിക്കൽ പാത്ത് വിത്തിൻ ക്യുവറ്റ് ഈസ് ഓൾവേസ് ക്യുവറ്റിൻ്റെ ഒപ്റ്റിക്കൽ പാത്ത് ഇതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഞാൻ ഗൂഗിൾ നോക്കിയിട്ടാണ് കണ്ടുപിടിച്ച 1 സെൻറ്റിമീറ്റർ ആണ്. അതായത് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 10 മില്ലിമീറ്റർ ആണ്. എന്തായിരിക്കും അപ്പോൾ ആൻസർ വരിക? ബോത്ത് എ ആൻഡ് സി ആണ് ആൻസർ കേട്ടോ. 1 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇൻസോല്യൂബിൾ സോളിഡ് ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം എ ലിക്വിഡ് ബൈ ഡാഷ്. ഇത് നമുക്ക് സാധാരണ എല്ലാവർക്കും ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ. ഇൻസോല്യൂബിൾ ആയിട്ടുള്ള സോളിഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ചായ കുടിക്കുമ്പോൾ ചായ അരിക്കുന്ന എന്തിനാണ്? ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ആ ഒരു ചായപ്പൊടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ അത് ഫിൽട്രേഷനിലൂടെയാണ് നമ്മൾ ഇൻസോല്യൂബിൾ സോളിഡിനെ റിമൂവ് ചെയ്യുന്നത്. അനലൈസ് ചെയ്യുന്നത് വെച്ചാൽ അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ് അനാലിസിസ്. ആൻഡ് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റിലേഷൻ? അത് ഏതെങ്കിലും രണ്ട് ലിക്വിഡിൽ നമ്മൾ എന്താ പറയുക ബോയിലിംഗ് പോയിന്റിൽ വലിയ ഡിഫറൻസ് ഉള്ള ബോയിലിംഗ് പോയിൻ്റുള്ള രണ്ട് ലിക്വിഡിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ് വളരെ ചെറിയ ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഉള്ള സബ്സ്റ്റൻസിനെ ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. ഡിസ്റ്റിലേഷൻ ആണെങ്കിൽ വലിയ ഡിഫറൻസ് ഉള്ള ബോയിലിംഗ് പോയിന്റ് ഉള്ള ലിക്വിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ. പിന്നെ ടൈട്രേഷനും ഒരു ടൈപ്പ് ഓഫ് അനാലൈസിങ്, ഒരു സംഭവത്തിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ, അതിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ടൈട്രേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വെയിറ്റ് കേട്ടോ. അനലൈസ് ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കറക്റ്റ് പെയർ റിഗാർഡിംഗ് കളർ കോഡ് ഫോർ ബയോമെഡിക്കൽ വേസ്റ്റ് കളക്ഷൻ ബാഗ് ആണ്. ഇതിന് ആൻസർ ബോത്ത് ബി ആൻഡ് സി ആണ്. അതായത് 2, 3, 4 ശരിയാണ് കേട്ടോ. ഫസ്റ്റ് വൺ തെറ്റാണ്. ബ്ലാക്ക് ബോഡി പാർട്സ് അല്ല. ബ്ലാക്ക് എന്ന് പറഞ്ഞത് അല്ലറ മറ്റ് വേസ്റ്റുകൾ എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ. റെഡ് കണ്ടാമിനേറ്റഡ് പ്ലാസ്റ്റിക് വരും, വൈറ്റ് ഷാർപ്സ് വരും, യെല്ലോ ആണ് ബോഡി പാർട്സ് പ്ലാസൻ്റ പോലുള്ള കാര്യങ്ങളൊക്കെ യെല്ലോ വരും. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. ഇനി ഫൈൻഡ് ദി കാർസിനോജനിക് കെമിക്കൽ. ഇതിലെ കാർസിനോജനിക് കെമിക്കൽ ഓൾ ഓഫ് ദി എബോവ് വരും കേട്ടോ. നൈട്രസമൈന്, സെലനൈറ്റ്, ബെൻസിഡൈൻ ഇതെല്ലാം കാർസിനോജനിക് കെമിക്കൽ തന്നെയാണ്. മോസ്റ്റ് കോമൺ കോസസ് ഓഫ് ഇലക്ട്രിക്കൽ ഹസാർഡ് ദ ലബോറട്ടറി സ്റ്റാഫ് ഷുഡ് ബി അവെയർ ഓഫ് ഈസ് ഡാഷ്. ഇതിൻ്റെ ആൻസർ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാലും ഞാൻ ഒരു ഊഹം വെച്ച് പറയുന്നതാണ്. ഇതാരും മാർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ എടുക്കണ്ട, പ്രൊവിഷണൽ വന്നിട്ട് മാത്രം നോക്കിയാൽ മതി. ഇത് ഓപ്ഷൻ സി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ആൻസർ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ.
ഇനി reagents with accurate concentrations can be made using dash. ആക്യുറേറ്റ് കോൺസെൻട്രേഷൻസ് ഉള്ള റിയേജൻസ് ഉണ്ടാക്കാൻ നമ്മളിതിൽ ഏതാണ് ഉപയോഗിക്കുന്നതെന്ന്. ഓക്കെ, ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? വോളിയോമെട്രിക് ഫ്ലാസ്ക് ആവാനാണ് ചാൻസ് കേട്ടോ. 90% ഉള്ള വോളിയോമെട്രിക് ഫ്ലാസ്ക് വരാനാണ് കൂടുതൽ ചാൻസ് കേട്ടോ. അത് തന്നെ ആയിരിക്കും ആൻസർ വരുന്നത്. അടുത്തത്, വിച്ച് കണ്ടീഷൻ മേ ബി ഇൻഡിക്കേറ്റഡ് ബൈ ആൻ ഇൻക്രീസ്ഡ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്. പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ഈ MLT ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ റെറ്റിക്കുലൈസൈറ്റ് കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹീമോലിറ്റിക് അനീമിയാണ് കേട്ടോ. ഹീമോലിറ്റിക് അനീമിയയാണ് ഈ റെറ്റിക്കുലൈസൈറ്റിൻ്റെ കൗണ്ട് കൂടിക്കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത, ഇൻ വിച്ച് ഓൾ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് ഡു ഈസനോഫീലിയ ഇസ് സീൻ. ഈസനോഫീലിയ നമുക്കറിയാലോ, ഒരു WBCയിൽ വരുന്നതാണ് ഈസനോഫീലിയ. അല്ല, ഈസനോഫീലിയ WBC അല്ല, ഈസനോഫിൽ എന്ന് പറയുന്നത് WBC ഒരു ബ്ലഡ് സെല്ലാണ്. ഈസനോഫീലിയ എന്ന് പറയുന്നത് നമ്മുടെ അലർജിക് റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈസനോഫീലിയ എന്ന് പറയുന്ന കണ്ടീഷൻ. പക്ഷേ ഇതിൻ്റെ ആൻസർ എനിക്ക് നോക്കിയിട്ട് കിട്ടില്ല കേട്ടോ, ഏതൊക്കെ ടൈപ്പ് ആണെന്നുള്ളത് എനിക്കറിയില്ല, ആൻസർ അറിയില്ല. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടത് ഇത് ഏതൊക്കെയാണ് ശരി? ഇത് വേണമെങ്കിൽ നമ്മുടെ LDC പോലുള്ള എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ലാക്സ് എന്താണ്? H ജീൻ ആബ്സെൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ബോംബെ ഗ്രൂപ്പ് കേട്ടോ. H ജീൻ ആബ്സെൻ്റ് ആണ്. അതുപോലെ തന്നെ AB ആൻറ്റിജനൊക്കെ ആബ്സെൻ്റ് ആണ്. പക്ഷേ ഇതിലെന്തുണ്ട്? O ആൻറ്റിജൻ ഉണ്ട്. H ജീൻ ആബ്സെൻ്റ് ആണ്, AB ആൻറ്റിജൻ ആബ്സെൻ്റ് ആണ്. പക്ഷേ ഇതിലുള്ളത് O ജീനാണ്. അതുപോലെ തന്നെ O ആൻറ്റിജൻ ഒരു O ഗ്രൂപ്പിന്, O ബ്ലഡ് ഗ്രൂപ്പിനെ ഇത് മിമിക് ചെയ്യും. O ബ്ലഡ് ഗ്രൂപ്പ് പോലെ ഇത് ആക്ട് ചെയ്യും, മിമിക് ചെയ്യും. അപ്പോൾ ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ഏത് ബ്ലഡ് ഗ്രൂപ്പിനാണ് മിമിക് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാലും വരാലോ അല്ലേ. അപ്പോൾ ഇത് ഏതിനാണ് മിമിക് ചെയ്യുന്നത്? O ഗ്രൂപ്പിനാണ് മിമിക് ചെയ്യുന്നത്. ഇതിൽ O ആൻറ്റിജനാണുള്ളത് കേട്ടോ, O ആൻറ്റിജനാണുള്ളത്. ഇത് കണ്ടുപിടിച്ചതെന്ന് പറയുന്നത് 1952-ലാണ്. 1952 LDC ലെവലിലാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. 1952-ലാണ് ഇത് കണ്ടുപിടിച്ചത്. ബോംബെ സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നു. വെരി റയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ്. ഇത് കണ്ടുപിടിച്ച ആൾ YM ബെൻഡെയാണ് കേട്ടോ. YM ബെൻഡെയാണ് ഇത് കണ്ടുപിടിച്ചത്. 1952-ലാണ്. ഈ ബോംബെ ബ്ലഡ് ഗ്രൂപ്പിന് ABO ബ്ലഡ് ഗ്രൂപ്പുകളുടെ നിന്നും ബ്ലഡ് വാങ്ങാനോ അവർക്ക് കൊടുക്കാനോ പറ്റില്ല. ABO അവർക്ക് കൊടുക്കാനോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങാനോ പറ്റില്ല. കാരണം അവരുടെ കയ്യിലൊക്കെ ഈ H ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കയ്യിൽ നിന്ന് എടുക്കാനോ അവിടെ നിന്ന് വാങ്ങാനോ പറ്റില്ല. ഇവർക്ക് എന്ത് വേണം? ബോംബെ ബ്ലഡ് ഗ്രൂപ്പുകാർ തന്നെ വേണം ഇവർക്ക് ബ്ലഡ് കൊടുക്കാനായിട്ട്. ഓക്കെ, അടുത്ത, നെഗറ്റീവ് റിസൾട്ട് ഇൻ ദ ഇൻഡയറക്റ്റ് കോംസ് ടെസ്റ്റ് സജസ്റ്റ് ഡാഷ്. ഇൻഡയറക്റ്റ് കോംബ് ടെസ്റ്റിൽ നെഗറ്റീവ് റിസൾട്ട് കാണിക്കുന്നത് ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ് ഇൻ ദ റെസിപ്പിയൻസ് സെറമാണ്. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടിയും അമ്മയും ഉണ്ടെങ്കിൽ, അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ലേഡി ഉണ്ടെങ്കിൽ ഈ അമ്മയുടെയും കുട്ടീൻ്റെയും ബ്ലഡ് ഗ്രൂപ്പിൽ RH ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, RH രണ്ടുപേരും പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ അവർക്ക് RH ഫാക്ടർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഈ കോംസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ് ആണെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ആബ്സെൻസ് ഓഫ് ആൻറ്റിബോഡീസ് ഇൻ റെസിപ്പിയൻസ് സെറമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബോത്ത് നാച്ചുറലി ഒക്കറിങ് ആൻഡ് ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് മേ ഓർ മേ നോട്ട് ബൈൻഡ് കോംപ്ലിമെൻറ്റ്. ഓൾ ദി മെയിൻ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിബോഡീസ് ബൈൻഡ് കോംപ്ലിമെൻറ്റ് എക്സെപ്റ്റ്, അതായത് എല്ലാ ബ്ലഡ് ഗ്രൂപ്പ് ആൻറ്റിബോഡീസും കോംപ്ലിമെൻ്റ് ആയിട്ടുള്ളതുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. ഏത് എക്സെപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ആൻസർ RH ബോഡീസ് കേട്ടോ. RH ആൻറ്റിബോഡീസ് ഒഴികെയുള്ള ബാക്കിയെല്ലാം അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നതിനോടാണ് ബൈൻഡ് ചെയ്യുന്നത് കേട്ടോ. RH ആൻറ്റിബോഡീസ് ആണ് ഇതിൽ ആൻസർ. നെയിം ദ കൊയാഗുലേഷൻ ടെസ്റ്റ് വിച്ച് ഈസ് പ്രൊലോങ്ഡ് ഇൻ എ പേഷ്യൻ്റ് വിത്ത് ഹീമോഫീലിയ ഉള്ള ഒരു പേഷ്യൻറ്റിൽ പ്രൊലോങ് ചെയ്യുന്നത് ഏത് ടെസ്റ്റാണെന്ന് ചോദിച്ചാൽ അത് ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടെസ്റ്റാണ് കേട്ടോ. പ്രൊലോങ് ചെയ്യുന്ന ടെസ്റ്റ് ഇതാണ്. ഓക്കെ, ഇനി കുറച്ച് നമ്മുടെ LDC റിലേറ്റഡ് ഫാക്ട്സ് പറയാം. ഹീമോഫീലിയ എന്ന് പറയുന്നത് നമുക്കറിയാലോ ഒരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഹീമോഫീലിയ നമ്മുടെ വൈറ്റമിൻ Kയുടെ കുറവ് മൂലം ഹീമോഫീലിയ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഹീമോഫീലിയ എന്ന് പറയുന്നത് ചോര കട്ട പിടിക്കാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മുറി വന്നാൽ അതുവഴി ഇങ്ങനെ ചോര വാർന്നൊഴുകുന്ന ഒരു അസുഖമാണ് ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ. രാജകീയ അസുഖം, ക്രിസ്മസ് ഡിസീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹീമോഫീലിയ ആണ്. ഇനി ഹീമോഫീലിയ അത് ഹീമോഫീലിയ ഒക്കെ. ഇനി ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം അല്ലെങ്കിൽ APTT. ഈ APTT കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? SCRTയിലെ ഒരു പോയിന്റ് ആണ്. ഇതും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരാം. അപ്പോൾ APTT കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ അതിനുള്ള കാരണം പരിശോധിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് APTT.
അപ്പം നമ്മൾ മുറിവുണ്ടായി കഴിഞ്ഞാൽ രക്തം ഇങ്ങനെ വാർന്നൊഴുകുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് കട്ട പിടിക്കാത്തത്, എന്തുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത് കട്ട പിടിക്കാൻ എന്നൊക്കെ നമ്മൾ അന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിശോധന ടെസ്റ്റാണ് ഈ ആക്ടിവേറ്റഡ് പാർഷ്യൽ പ്രോത്രോംബിൻ ആക്ടിവേറ്റഡ് പാർഷ്യൽ പ്രോത്രോംബോപ്ലാസ്റ്റിൻ ടെസ്റ്റ് കേട്ടോ. പ്രോത്രോംബോപ്ലാസ്റ്റിൻ ടെസ്റ്റ്. ഓക്കെ, കുറേ വെള്ളികൾക്ക് ശേഷം ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. APTT എന്ന് പറയുമ്പോൾ ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടെസ്റ്റ് കേട്ടോ. ആ പ്രോയൊക്കെ ഇടയ്ക്ക് കയറി വന്നുകൊണ്ടാണ് വെള്ളി വീണത്. ഓക്കെ, ഇതാണ് കേട്ടോ. ഇതിലുണ്ടല്ലോ അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ അത് ഒരു പരിശോധന ടെസ്റ്റാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്, കട്ട പിടിക്കാൻ എന്തുകൊണ്ടാണ് ടൈം എടുക്കുന്നത് എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. രക്തസാമ്പിളുകളിൽ പ്രത്യേക റിയേജൻറ്റുകൾ ചേർത്ത് രക്തം കട്ട പിടിക്കുന്ന സമയം കണ്ടെത്തുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ രക്തസാമ്പിളുകളിൽ നമ്മൾ കുറച്ച് റിയേജൻ്റൊക്കെ ചേർക്കും, എന്നിട്ട് രക്തം കട്ട പിടിക്കാൻ എത്ര ടൈം എടുക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടെസ്റ്റാണിത്. APTT പരിശോധനയുടെ സാധാരണ മൂല്യം എന്ന് പറയുന്നത് 30 മുതൽ 40 സെക്കൻഡാണ് കേട്ടോ. സാധാരണ മൂല്യം 30 മുതൽ 40 സെക്കൻഡ് ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവും പ്രവർത്തനവും അറിയാൻ കഴിയുന്ന പരിശോധനയാണ് ഈ APTT എന്ന് വിളിക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളുടെ അളവ്, അവരുടെ പ്രവർത്തനം, ഇതൊക്കെ അറിയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ പറയുന്ന എല്ലാം SCRT പോയിന്റാണ് കേട്ടോ. ഇനി മനുഷ്യനിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തസ്രാവം ഉണ്ടാകുന്ന ടൈം ചോദിച്ചാൽ അത് 2 മുതൽ 7 മിനിറ്റ് വരെയാണ്. 2 മുതൽ 7 മിനിറ്റ് വരെ മനുഷ്യരിൽ ഒരു മുറിവുണ്ടായാൽ രക്തസ്രാവം ഉണ്ടാകും. ഇനി മനുഷ്യനിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ രക്തം കട്ട പിടിക്കുന്ന സമയം എന്ന് പറയുമ്പോൾ ഈ രക്തസ്രാവത്തിന് തൊട്ട് കഴിഞ്ഞുള്ള ടൈം എടുത്താൽ മതി. 8 മുതൽ 15 മിനിറ്റ് വരെ. 8 മുതൽ 15 മിനിറ്റ് വരെ ഇത് കട്ട പിടിക്കാനെടുക്കും. ഇനി വീങ്ങൽ, പ്രതികരണം, രക്തം കട്ട പിടിക്കൽ എന്നിവയ്ക്ക് ശേഷമുള്ള ഘട്ടത്തിനെ വിളിക്കുന്നതാണ് എന്ത്, മുറിവുണങ്ങൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. APTT സാധാരണയായിട്ട് എത്രയാണ്, 30 to 40 സെക്കൻഡ്സ് ആണ് ഇതിൻ്റെ സാധാരണ മൂല്യം വരുന്നത്. ഇതിനേക്കാട്ടിൽ കൂടുതൽ മൂല്യം എടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്, പ്രൊലോങ് ചെയ്യുക, അത് കൂടുക എന്നാണ് അർത്ഥം. അപ്പോൾ അത്രയും അതിലും കൂടുതൽ സെക്കൻഡ് APTയുടെ വാല്യൂ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ പേഷ്യൻ്റ് ഹീമോഫീലിയ സഫർ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ SCRT പോയിന്റ് റിലേറ്റഡ് ടു APTT. ഇത് പഠിച്ചു വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാസ്റ്റർ-ഗ്രെയിൻസ് test method is used to find erythrocyte sedimentation rate. The working distance of Westergren's tube used in this test is dash. ഈ വെസ്റ്റർഗ്രെയിൻ എന്നാണോ പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ല MLT ബാക്ക്ഗ്രൗണ്ട് അല്ല എൻ്റെത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. വെസ്റ്റർഗ്രെയിൻസ് ട്യൂബിൻ്റെ ആ ഒരു വർക്കിംഗ് ഡിസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഗൂഗിൾ തപ്പി തന്നെ കണ്ടുപിടിച്ചാണ്. ഇത് ശരിയാണ്, 200 മില്ലിമീറ്റർ കേട്ടോ. 200 മില്ലിമീറ്റർ ആണ് ഇവരുടെ ഒരു വർക്കിംഗ് ഡിസ്റ്റൻസ് പറയുന്നത്. ഇനി ദ ബ്ലൂ ടോപ്പ് വാക്യൂഷണർ ട്യൂബ് കണ്ടെയ്ൻസ് വിച്ച് ആൻറ്റികോയാഗുലൻ്റ്. ബ്ലൂ ടോപ്പ് വാക്യൂഷണർ ട്യൂബിൽ ഏത് ആൻറ്റികോയാഗുലൻ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് സോഡിയം സിട്രേറ്റ് കേട്ടോ. സോഡിയം സിട്രേറ്റ് ആൻറ്റികോയാഗുലൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത്, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന ആൻറ്റികോയാഗുലൻ്റ് ഏതാണ്? ഇത് വേണമെങ്കിൽ LDCയിൽ ചോദിക്കാം. ഏത് ആൻറ്റികോയാഗുലൻ്റ് ആണെന്ന് ചോദിച്ചാൽ EDT ആണ് കേട്ടോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് EDT ആണ്. ഇതിൻ്റെ ഫുൾ ഫോം എന്താണ്? എഥിലീൻ ഡയമീൻ ടെട്രാ ആസറ്റിക് ആസിഡ്. എഥിലീൻ ഡയമീൻ ടെട്രാ ആസറ്റിക് ആസിഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡയാലിസിസ് നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിലെ ഫുൾ ബ്ലഡ് എടുത്ത് കളഞ്ഞിട്ട് പുതിയ ബ്ലഡ് കയറ്റുന്നതാണ്. അപ്പോൾ ആ ടൈമിലും ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ പാടില്ല. അപ്പം ഡയാലിസിസ് ടൈമിൽ യൂസ് ചെയ്യുന്ന ബ്ലഡ് ആൻറ്റികോയാഗുലൻ്റ് ചോദിച്ചാൽ അത് ഹെപ്പാരിൻ ആണ് കേട്ടോ. അത് ഹെപ്പാരിൻ ആണ്. ഇനി നമ്മുടെ കുളയട്ടയിലൊക്കെ കാണപ്പെടുന്ന ഒരു ആൻറ്റികോയാഗുലൻ്റ് ഉണ്ട്. അതാണ് ഏത്? കുളയട്ടയിലൊക്കെ കാണപ്പെടുന്ന ആൻറ്റികോയാഗുലൻ്റ് ആണ് ഹിരുഡിൻ കേട്ടോ. അത് ഹിരുഡിൻ ആണ്. കുളയട്ടയിൽ കാണപ്പെടുന്നത് ഹിരുഡിൻ ആണ്. ഇനി ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? ബ്ലഡ് ബാങ്കിൽ യൂസ് ചെയ്യുന്നതും ഈ സോഡിയം സിട്രേറ്റ് ആണ്. ബ്ലഡ് ബാങ്കിൽ നമ്മൾ രക്തം സൂക്ഷിച്ച് വെക്കുമ്പോൾ അവിടെ ഒരു ആൻറ്റികോയാഗുലൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതും സോഡിയം സിട്രേറ്റ് ആണ് കേട്ടോ. ഇത്രയും പഠിച്ചു വെക്കാം. അടുത്തത് ഡ്രാപ്കിൻസ് റിയേജൻറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് ഡാഷ്. ഡ്രാപ്കിൻസ് റിയേജൻറ്റ് ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിലെന്താ കണ്ടെയ്ൻ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ C ആണ് കേട്ടോ. പൊട്ടാഷ്യം ഫെറിസൈനേറ്റ്, പൊട്ടാഷ്യം ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റും പിന്നെ പൊട്ടാസ്യം സയനൈഡും ആണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മാക്രോഫേജസ് പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഫാഗോസൈറ്റസിസ്, ടിഷ്യൂ റിപ്പയർ എക്സെട്ര. ദ ബ്ലഡ് സെൽ വിച്ച് ഈസ് മോഡിഫൈഡ് ഇൻ ടു മാക്രോഫേജസ് ഇൻ ടിഷ്യൂ ഇസ് ന്യൂട്രോഫിൽ കേട്ടോ. ന്യൂട്രോഫിലാണ് മാക്രോഫേജസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്ന ബ്ലഡ് സെല്ല്, ടിഷ്യൂ സെല്ല്.
ഓക്കെ, ഇതിൽ മാക്രോഫേജസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന 2 WBCകളുണ്ട്. അതാണ് ന്യൂട്രോഫിലും മോണോസൈറ്റും കേട്ടോ. അതിൽ ടിഷ്യൂസിൽ സാധാരണയായിട്ട് കാണപ്പെടുന്നത് ന്യൂട്രോഫിൽ എന്നാണ് ഗൂഗിളിൽ കണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് 2 ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ്. ഇനി ബാക്ടീരിയ വിഴുങ്ങി നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലാണ്. ബാക്ടീരിയ നശിപ്പിക്കുന്ന രാസവസ്തുക്കളെ നിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട്. മോണോസൈറ്റ് ആണെങ്കിൽ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പോൾ അത് ഡിഫറൻസ് നോക്കിക്കോ. ബാക്ടീരിയനെ വിഴുങ്ങി നശിപ്പിക്കാൻ വേണ്ടി ന്യൂട്രോഫിലും, മോണോസൈറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ രോഗാണുക്കളെ, അങ്ങനെ ഇന്നതൊന്നുമില്ല, രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നതാണ് മോണോസൈറ്റ്. അതാണ് നമ്മുടെ SCRTലെ മെയിൻ പോയിന്റ്. ഇനി മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്ന രക്തകോശം ഏതാണ്? മറ്റു ശ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതാണെങ്കിൽ അത് ബേസോഫിലാണ് കേട്ടോ, ബേസോഫിലാണ്. അതേപോലെ രക്തക്കുഴലുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നതും ബേസോഫിലാണ്, വികസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹെപ്പാരിൻ അടങ്ങിയിട്ടുള്ള ഏത് WBCയിലാണ്? ഹെപ്പാരിൻ അടങ്ങിയിട്ടുള്ളത് ഏത് WBCയിലാണെന്ന് ചോദിച്ചാൽ അതും ബേസോഫിലാണ് കേട്ടോ. ബേസോഫിലാണ് നമ്മൾ ഹെപ്പാരിൻ അടങ്ങിയിട്ടുള്ള ബേസോഫിലാണ്. ഇനി രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ഏത്? ലിംഫോസൈറ്റ് കേട്ടോ. രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ്. 2 ടൈപ്പ് ലിംഫോസൈറ്റ് ഉണ്ടെന്നൊക്കെ അറിയാലോ. T ലിംഫോസൈറ്റ് ഉണ്ട്, B ലിംഫോസൈറ്റ് ഉണ്ട്. Tക്കും Bക്കും പ്രത്യേകം ഫംഗ്ഷൻസ് ആണ്. അതായത് വൈറസ്, ക്യാൻസർ കോശങ്ങളൊക്കെ നശിപ്പിക്കാനാണ് T ലിംഫോസൈറ്റ് ഉള്ളത്. അപ്പോൾ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നതാണ് ലിംഫോസൈറ്റുകൾ ചെയ്യുന്നത്. ഇനി അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടാക്കുന്നതാണ് ഏത്? ഈസനോഫിൽ. ഈസനോഫിൽ നമ്മൾ പറഞ്ഞു, ഫോറിൻ ബോഡീസ് വരിക അല്ലെങ്കിൽ അലർജീസിനെതിരെയൊക്കെ നമ്മൾ റിയാക്ട് ചെയ്യുന്നതാണ് ഈസനോഫിൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശം WBCയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂട്രോഫിലാണ് കേട്ടോ. ഏകദേശം 60 മുതൽ 65% വരെ ന്യൂട്രോഫിലായിരിക്കും. ഇനി ശ്വേതരക്താണുക്കൾ ഏറ്റവും കുറവാണെങ്കിൽ അത് ഈ ബേസോഫിലാണ്. പിന്നെ ഹിസ്റ്റമൈന്, സെറാട്ടോണിൻ, ഹെപ്പാരിൻ മുതലായത് സ്രവിപ്പിച്ച് പ്രാഥമിക പ്രതിരോധമായ വീങ്ങൽ പ്രക്രിയ ഏർപ്പെടുത്തുന്ന ഏതാണെന്ന് ചോദിച്ചാൽ അതും ബേസോഫിലാണ്. ഏതൊക്കെയാണ്? ഹിസ്റ്റാമിൻ, സെറോട്ടോണിൻ, ഹെപ്പാരിൻ മുതലായവയൊക്കെ സ്രവിപ്പിച്ച് പ്രാഥമിക പ്രതിരോധ വീങ്ങൽ പ്രക്രിയ അത് നടപ്പിലാക്കുന്നത് ബേസോഫിലാണ്. അണുബാധ തടയുകയും അലർജിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്നത് ഈസനോഫിലാണ്. ഇനി ഇതിൽ ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ്? ഏറ്റവും വലുത് അത് മോണോസൈറ്റ് ആണ് കേട്ടോ. ഏറ്റവും വലുത് മോണോസൈറ്റ് ആണ്. ഇനി അളവ്, WBCയുടെ അളവ് കുറയുന്ന അവസ്ഥയെ വിളിക്കുന്നത് എന്താണ്? WBCന്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് ഏത്? ല്യൂക്കോപീനിയ കേട്ടോ. അളവ് കുറയുന്നത് ല്യൂക്കോപീനിയാണ്. ഓക്കെ, ഇനി ഒരു ക്യാരക്ടറൈസേഷനോടെ പറയാം. WBCനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എഗ്രാനുലോസൈറ്റും ഗ്രാനുലോസൈറ്റും. അതായത് തരികളുള്ളവയും തരികൾ ഇല്ലാത്തവയും. ഗ്രാനുലോസൈറ്റാണ് തരികളുള്ളവ. എഗ്രാനുലോസൈറ്റ് ഒരു A വരുമ്പോൾ തരികളില്ലാത്തവ എന്ന് പറയും. അതിൽ തരികളുള്ളവയാണ് ഈ ന്യൂട്രോഫിലും ഈസനോഫിലും ബേസോഫിലും. നെബെന്നോ എല്ലാം ആലോചിച്ചോ. ന്യൂട്രോഫിൽ, ഈസനോഫിൽ, ബേസോഫിലാണ് ഗ്രാനുൽസ് ഉള്ളത്, അല്ലെ തരികളുള്ളത്. തരികളില്ലാത്തത് ഈ ലിംഫോസൈറ്റും മോണോസൈറ്റുമാണ് തരികൾ ഇല്ലാത്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ നോർമൽ വാല്യൂ ഓഫ് സോഡിയം ലെവൽ ഇൻ സെറം ഈസ്. സെറത്തിൽ നമ്മുടെ സോഡിയം ലെവലിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ D ആണ് കേട്ടോ. 135 മുതൽ 145 വരെയാണ് നോർമൽ വാല്യൂ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് എത്രയാണ്? കാൽഷ്യം എത്രയാണെന്ന് ചോദിച്ചാൽ 9 മുതൽ 11 വരെയാണ് കേട്ടോ. കാൽഷ്യം എത്രയാണ്? 9 മുതൽ 11 വരെയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അത് 70 മുതൽ 110 വരെയാണ് കേട്ടോ. ഗ്ലൂക്കോസിൻ്റെ അളവ് 70 മുതൽ 110 വരെയാണ്. പിന്നെ ഇതൂടെ പഠിച്ചു വെക്കുക കേട്ടോ. യൂണിറ്റ് എന്ന് പറയുന്നത് മില്ലിഗ്രാം പെർ മില്ലി ലിറ്റർ ആണ്. മില്ലിഗ്രാം പെർ മില്ലി ലിറ്റർ ആണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെയും അതുപോലെ തന്നെ കാൽഷ്യത്തിൻ്റെ ഒക്കെ അളവ് ഏത് യൂണിറ്റിലാണെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ മില്ലിഗ്രാം പെർ മില്ലി ലിറ്ററിലാണ്. മില്ലിഗ്രാം പെർ 100 മില്ലി ലിറ്റർ കേട്ടോ. 100 മില്ലി ലിറ്ററിൽ 9 to 11 മില്ലിഗ്രാം വേണം. അതുപോലെ 100 മില്ലി ലിറ്ററിൽ 70 to 110 മില്ലി ലിറ്റർ എന്ത് വേണം? ഗ്ലൂക്കോസ് വേണം. ഓക്കെ, അടുത്തത് ഈ ഹോർമോൺ വിച്ച് റെഗുലേറ്റ്സ് മെറ്റബോളിസം, ഹാർട്ട് റേറ്റ് ആൻഡ് ബോഡി ടെമ്പറേച്ചർ. SCRTയിലുള്ളതാണ്. നമ്മുടെ ഹാർട്ട് റേറ്റ്, മെറ്റബോളിസം, ബോഡി ടെമ്പറേച്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് ഏത്? തൈറോയ്ഡ് ഹോർമോൺ കേട്ടോ. തൈറോക്സിൻ അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇൻസുലിൻ ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്ലൂക്കാഗോൺ ആണെങ്കിലും നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഹോർമോണുകളാണ് ഈ ഇൻസുലിനും ഗ്ലൂക്കാഗോണും. ഇനി കോർട്ടിസോൾ ആണെങ്കിലോ, കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ പല ധർമ്മങ്ങളുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയുമ്പം മറ്റേ നമ്മുടെ വീങ്ങൽ പ്രക്രിയയുമായിട്ട് അലർജിക് റിയാക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കോർട്ടിസോൾ നമ്മുടെ അഡ്രീനൽ ഗ്ലാൻഡിൻ്റെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് വിളിക്കുന്നത്.
അതുപോലെ തന്നെ മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നുള്ള ഗ്ലൂക്കോസിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട് കോർട്ടിസോൾ കേട്ടോ. മാംസ്യം, കൊഴുപ്പ് എന്നിവയിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മാണം സഹായിക്കുന്നുണ്ട്. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്നുണ്ട്. അതുപോലെ ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുന്നത് കോർട്ടിസോളാണ്. ഈ കുഷിൻസ് സിൻഡ്രം, ഈ കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ കുഷിങ്സ് സിൻഡ്രം എന്ന് പറയുന്നത് ഉണ്ടാവും കേട്ടോ. കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടിയാൽ കുഷിങ്സ് സിൻഡ്രോം ഉണ്ടാവും. കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാൽ അഡിസൺ സിൻഡ്രോം ഉണ്ടാവും കേട്ടോ. കുറഞ്ഞാൽ അഡിസൺ ഉണ്ടാവും, കൂടിയാൽ കുഷ്യൻ സിൻഡ്രോം ഉണ്ടാവും. അപ്പോൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു അഡ്രീനൽ കോർട്ടെക്സിൻ്റെ ഭാഗമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് പറഞ്ഞു. ആ കോർട്ടെക്സിൻ്റെ ഭാഗം ഉൽപ്പാദിപ്പിക്കുന്ന വേറൊരു ഹോർമോണാണ് ഏത്? ആൽഡോസ്റ്റിറോൺ കേട്ടോ. ആൽഡോസ്റ്റിറോൺ അത് രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും വൃക്കയിൽ പ്രവർത്തിച്ച് ലവണജല സന്തുലിതാവസ്ഥയൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ആൽഡോസ്റ്റിറോൺ ഉപയോഗിക്കുന്നത്. ഓക്കെ. The test provides an average blood glucose level over the past 2 to 3 months is dash. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി POCT സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. POCTൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അത് പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റാണ്. POCT എന്ന് വെച്ചാൽ പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റൻ ആണ് ദ കലറിമീറ്റർ വർക്ക്സ് അണ്ടർ ദ principle of dash. Calorimeter works under the principle of Beer-Lambert's law കേട്ടോ. Beer-Lambert's lawൻ്റെ പ്രിൻസിപ്പിളാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഈ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത് the light absorption when passes through a medium are directly proportional to the concentration of medium. അതായത് അതുവഴി ലൈറ്റിൻ്റെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആ മീഡിയത്തിലെ കോൺസെൻട്രേഷനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. when a calorimeter is used, there is a ray of light with a certain wavelength is directed towards a solution. അപ്പോൾ അങ്ങനെ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ കലറിമീറ്റർ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ബിയർ-ലാംബർട്സിൻ്റെ ലോ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അടുത്ത സ്പേം കൗണ്ട് ബിലോ 15 million per ml ഓഫ് സെമൻ ഈസ് ടേംഡ് as ഒലിഗോസ്പെർമിയ കേട്ടോ. അതിനാണ് ഒലിഗോസ്പെർമിയ, കുറവുള്ളതാണ് ഒലിഗോസ്പെർമിയ. ഇനി വിച്ച് കണ്ടീഷൻ ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ ദി പ്രസൻസ് ഓഫ് ഹൈ ലെവൽസ് ഓഫ് പ്രോട്ടീൻ ഇൻ ദ യൂറിൻ. യൂറിനിലെ ഹൈ ലെവൽസ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് അസുഖമാണെന്ന് ചോദിച്ചാൽ അത് ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ് കേട്ടോ. ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ് ആണ് ഹൈ ലെവൽ ഓഫ് പ്രോട്ടീൻ ഇൻ ദ യൂറിൻ. ഡയബറ്റീസ് മിലിറ്റസ് നമുക്കറിയാലോ, നമുക്ക് സാധാരണ വരുന്ന പ്രമേഹത്തിനാണ് ഡയബറ്റീസ് മിലിറ്റസ് എന്ന് വിളിക്കുന്നത്. ഡയബറ്റീസ് ഇൻസിപ്പിഡസ് ആണെങ്കിൽ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നതും കൂടുന്നതുമായിട്ടുള്ള നമ്മുടെ ADHൻ്റെ ഉൽപ്പാദനം, വാസോപ്രസിൻ്റെ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഡയബറ്റീസ് ഇൻസിപ്പിഡസ്. മിലിറ്റസ് ആണ് പ്രമേഹമായിട്ട് ബന്ധപ്പെട്ട. ഇനി ബ്ലഡ് ഇൻ ഇതിനെ പ്രൊനൗൺസിയേഷൻ എനിക്കറിയില്ല, സ്പെക്ട്രം എന്നായിരിക്കും അല്ലേ. സ്പെക്ട്രം ഈസ് ടേംഡ് as ഡാഷ്. ഈ സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കഫം അങ്ങനെ ഉള്ള സ്രാവത്തിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്ന ആ ഒരു സംഭവമാണ്, അതിൽ നിന്നുള്ള ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിൽ ബ്ലഡിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് അങ്ങനെ ആ ഒരു ബ്ലഡിൻ്റെ അംശമുള്ള സ്പെക്ട്രത്തിനെ വിളിക്കുന്നത് ഹീമോപൈറ്റിസ് എന്നാണ് കേട്ടോ. ഹീമോടൈസിസ് എന്നാണ് ഈ ഒരു ടേം അറിയപ്പെടുന്നത്. ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ഗ്ലോബ്യൂൾ ഇൻ ദ സ്റ്റൂൾ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഡാഷ്. സ്റ്റൂളിൽ ഫാറ്റ് ഗ്ലോബ്യൂൾ ഉണ്ടെങ്കിൽ അതെന്താണ് കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് മാലബ്സോർപ്ഷൻ സിൻഡ്രോം ആണ് കേട്ടോ. നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒന്നും അബ്സോർബ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് സ്റ്റൂൾസിലുള്ള ഫാറ്റ് ഗ്ലോബ്യൂൾ. ഓക്കെ. അപ്പോൾ ഇത്രയും വരെ നോക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് കുറച്ചും കൂടി LDC റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. കാരണം എന്തൊരു 50 ക്വസ്റ്റ്യൻ വരെ ഇവരുമായിട്ട് റിലേറ്റഡുള്ള MLT ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ നമുക്ക് എന്താ പറയുക ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. മാത്സും ഉണ്ട്. അതൊക്കെ LDC ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള LDCക്ക് വേണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതിലുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചും കൂടി LDC റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് വരാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.